നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിച്ചതിന് കുടുംബാംഗങ്ങൾ നന്ദി അറിയിക്കുകയും ചെയ്തു. രാജ്ഭവനിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. ഏകദേശം 30 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയായിരുന്നു അത്. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്ന ചിത്രങ്ങൾ നരേന്ദ്രമോദി തന്റെ എക്സിൽ പങ്കുവച്ചിരുന്നു. നരസിംഹറാവുവിന്റെ മകൻ PV പ്രഭാകർ റാവു, മകളും BRS MLCയുമായ വാണിദേവി, വിരമിച്ച IPS ഉദ്യോഗസ്ഥൻ നരസിംഹറാവുവിന്റെ മരുമകൻ KR നന്ദൻ, മുൻ പ്രധാനമന്ത്രിയുടെ ചെറുമകൻ സുഭാഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ച കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളുടെ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഹൈദരാബാദിൽ എത്തിയപ്പോൾ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയും ബഹുമാനപ്പെട്ട പണ്ഡിതനും രാഷ്ട്രീയ തന്ത്രജ്ഞനുമായ ശ്രീ PV നരസിംഹറാവു ഗുരുവിന്റെ കുടുംബവുമായി ഒരു മികച്ച കൂടിക്കാഴ്ച നടത്തി. ശ്രീ നരസിംഹറാവു ഗുരുവിന് ഭാരതരത്നം നൽകിയതിന് അവർ ഇന്ത്യ ഗവൺമെന്റിന് നന്ദി പറഞ്ഞു. ഞങ്ങളുടെ ഇടപെടൽ വിപുലമായിരുന്നു. ഞങ്ങൾ നിരവധി വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സമീപ വർഷങ്ങളിലെ ഇന്ത്യയുടെ പുരോഗതിയിൽ കുടുംബാംഗങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചു. ഇന്ത്യൻ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സമ്പന്നതയെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു. പ്രധാനമന്ത്രി എക്സിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അതേപോലെ ഈ 30 മിനിറ്റ് സംഭാഷണത്തിൽ പറയാതെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടെ പ്രധാനമന്ത്രിയുമായി കുടുംബാംഗങ്ങൾ പങ്കുവച്ചു. കോൺഗ്രസ് മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിനെ അനാദരിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലെ കരിംഗനഗറിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു. റാവുവിന്റെ മൃതദേഹത്തിന് കോൺഗ്രസ് ഓഫീസിൽ പ്രവേശനം നിഷേധിച്ചു. രാജവംശ രാഷ്ട്രീയമാണ് ഇതിന് കാരണമെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. കുടുംബത്തിന് ആദ്യം എന്ന ഈ നയം കാരണം PV നരസിംഹറാവുവിനെ കോൺഗ്രസ് അവഹേളിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ മൃതദേഹം കോൺഗ്രസ് ഓഫീസിൽ പ്രവേശിപ്പിക്കാൻ അവർ സമ്മതിച്ചില്ല. അവർ അതിനെ നിഷേധിക്കുകയാണ് ഉണ്ടായത്. BJP എപ്പോഴും രാജ്യമാദ്യം എന്ന നയത്തിലാണ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസും BRSും കുടുംബത്തിനാദ്യം എന്ന തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ കുടുംബത്താൽ കുടുംബത്തിന് വേണ്ടി കുടുംബത്തിന്റെ പോലെയാണ്. കോൺഗ്രസും BRSും വ്യത്യസ്തമല്ല. എന്താണ് അവയെ ബന്ധിപ്പിക്കുന്നത്? അഴിമതിയും പ്രീണന രാഷ്ട്രീയവും സിറോ ഗവൺമെന്റ്സിന്റെ മാതൃകയും ഈ 2 പാർട്ടികളെയും ബന്ധിപ്പിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.